ഉയരും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അതുകൊണ്ടാണ് പുതിയ നിയമ വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു കൃപയും കൽപ്പനയുമാ. ഇടവിടാതെ സ്തോത്രം ചെയ്യും. ഉറക്കെ പറഞ്ഞേ, അന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 പറഞ്ഞോട്ടെ, ഉറക്കെ പറഞ്ഞോട്ടെ. സ്തോത്രം ഉറക്കെ പറഞ്ഞോട്ടെ. നമുക്കിതൊരു ശീലമാക്കാം. പോക്കിലും വരവിലും അന്യഭാഷകളിൽ സ്തുതിക്കുന്ന ഡ്രൈവ് ചെയ്യുമ്പോഴും പോകും. നിങ്ങളുടെ ജീവിതം പാടെ മാറിയിരിക്കും. നിങ്ങളുടെ ജീവിതം പാടെ മാറിയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞവറാച്ചായൻ്റെ അമ്മച്ചി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓലമടൽ വലിക്കും. ഞങ്ങളൊന്ന് കൊച്ചു കുഞ്ഞുങ്ങളോ, അമ്മച്ചി ഇങ്ങനെ എന്ന് വെച്ചോണ്ടിരിക്കും. അപ്പം ഞങ്ങളും പുറകെ നടന്ന് അമ്മച്ചിയെ കളയൊക്കെ. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായ വെറുതെ ഇസസ് അല്ലായിരുന്നു. ആ മക്കളെയും മക്കളെയും കർത്താവിൽ പ്രശസ്തരും ലോകത്തിൽ ഉന്നതരുമായി വളർത്തിയപ്പോൾ അമ്മച്ചിയുടെ സ്വോത്രത്തിന് വിലയുണ്ടായിരുന്നു. അടുത്തിരിക്കുന്നതാണ് വെച്ചിട്ട് അതിനും മറുപടി പറഞ്ഞ്, ഇതിനും മറുപടി പറഞ്ഞ്, സമയം കളയാതെ പറഞ്ഞോട്ടെ, അതിനും മറുപടി പറഞ്ഞ്. ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മച്ചി ആരോട് ഉടക്കിന് പോകത്തില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊന്നും കുഞ്ഞെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുമായിരുന്നു. എന്താണ് എനിക്കൊന്നും? പക്ഷെ അമ്മച്ചിക്ക് ആരും കേൾക്കാതെ ചിലത് പറയാനുണ്ടായിരുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം 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 സ്വോത്രം. ഉറക്കെ ഉറക്കെ വാ തുറന്ന് സ്വോത്രം പറഞ്ഞേ. കൊച്ചവൻ പറഞ്ഞ് ഉറക്ക സ്വോത്രം പറഞ്ഞേ, ഉറക്ക സ്വോത്രം പറഞ്ഞേ. കോട്ടകൾ തകരുകയാണ്. വേച്ചായ ഉറക്ക സ്വോത്രം പറഞ്ഞേ, ഉറക്ക സ്വോത്രം പറഞ്ഞേ. അതാണ് ഇടപെടാതെ സ്വോത്രം ചെല്ലുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക. ഇത് നമ്മൾ സഭായോഗത്തിന് കേട്ടേച്ച് പോരുത്. ഇന്ന് മനസ്സിൽ കുറിച്ചിടണം. ഇന്ന് പോകുമ്പോൾ മുതൽ ഞാനിത് ചെയ്യും. കരമുയർത്തി സ്വോത്രം ചെയ്താട്ടെ. സോറി, സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം. അവരുടെ കാര്യം, ഇവരുടെ കാര്യം, മോടെ കാര്യം, മോൻ്റെ കാര്യം എല്ലാം തലയെ കയറ്റിയിരിക്കാതെ മഹാനാഥനായ കർത്താവിനെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചിലത് സംഭവിക്കും. സ്വോത്രം ചെയ്താട്ടെ. വാ തുറന്ന് കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. ഇതാണ് ആയുധം, സ്തുതിയുടെ ആയുധം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തിൽ ദൃശ്യലോകത്തെ ബുദ്ധിയുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു വടി നീട്ടുമ്പോൾ കടൽ രണ്ടാകുക, വെള്ളം കോരി ഒഴിച്ചാൽ വീഞ്ഞാകുക ഇത്യാദി ദൃശ്യലോകത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളല്ലേ. അത്ഭുതങ്ങളുടെ പുസ്തകം എന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഈ പുസ്തകത്തിൽ അതാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനമായത്. മനുഷ്യൻ, ജ്ഞാനമുള്ള മനുഷ്യർ ജ്ഞാനികളാണെന്ന് അഭിമാനിക്കുന്നതിൽ പറയും പോഷത്വം. പക്ഷെ ഇതാണ് ജ്ഞാനം. ആ ദൈവജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും, ഉറക്കെ പറ, ഉയർച്ചയും. അപ്പൊ മനസ്സിൽ ഒന്നാമത് വരുന്നത് സങ്കല്പം. പറഞ്ഞേ, സങ്കല്പം. രണ്ടാമത്തേത് അതാണ് വചനവിരുദ്ധമായ ഉയർച്ച. പറഞ്ഞേ, വചനത്തിന് വിരുദ്ധമായ ചിന്തകൾ. അടുത്ത വാക്യം, ഉയർച്ചയെയും ഇടിച്ചു കളയും. അപ്പൊ നമുക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം, സ്തോത്രം പറയുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ, ഏറ്റു പറയുമ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു വീഴും. ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിൽ. എല്ലാവരും പറഞ്ഞ വിചാരം. വിചാരം എന്ന് പറഞ്ഞാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, മോൻ്റെ കാര്യം എന്താവും, മോടെ കാര്യം എന്താവും, എനിക്കും ഉണ്ടാകുന്നുണ്ടെന്നേ. ആ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പിടിച്ചടക്കുന്നവരാണോ? ഈ പിടിച്ചടക്കുക എന്ന പദം രാഷ്ട്രയുദ്ധങ്ങളിൽ ഒരു രാഷ്ട്രത്തെ പിടിച്ചടക്കുന്നതിന് ഉപയോഗിക്കുന്നതല്ലേ? ആണോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങൾ പിടിച്ചടക്കുന്ന വ്യക്തിയാണ്. അതാണ് എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എല്ലായ്പ്പോഴും എല്ലായിടത്തും വെളിപ്പെടുത്തുന്ന ദൈവം. അവിടെയെല്ലാം പിടിച്ചടക്കുക എന്ന പദമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒക്കെ എന്ത് ചെയ്തു? രാഷ്ട്രങ്ങളെ എന്ത് ചെയ്തു? പിടിച്ചടക്കി. മുഗളന്മാർ ഇവിടെ വന്ന് എന്ത് ചെയ്തു? നമ്മുടെ രാഷ്ട്രത്തെ പിടിച്ചടക്കി. അതേ പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പിടിച്ചടക്കുന്ന ഒരു വലിയ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പോലെയാണ് നിങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചടക്കിയാൽ നീ പലതും പിടിച്ചടക്കും. അപ്പം ദൃശ്യവും അദൃശ്യവും, അവരൊക്കെ പറഞ്ഞ ദൃശ്യവും അദൃശ്യവും. 2 കൊരിന്ത്യർ 4:18 നമ്മളിങ്ങനെ വായിക്കുന്നു, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ലൂക്കോസ് 17:20-21 ഞാൻ കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ പോയി, എല്ലാവരും എടുത്തോണേ. ലൂക്കോസ് 17:20-21 ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും
അതാ എവിടെ അവിടെയൊന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ പറഞ്ഞു. അപ്പം നമ്മളെല്ലാം ദൈവരാജ്യത്തിലല്ലേ ആക്കിയത്? ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യത്തിൽ, രാഷ്ട്രത്തിൽ, കിങ്ഡത്തിലാണ് നിങ്ങൾ ഞാനും. പക്ഷെ അത് കാണാൻ മേല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു. പക്ഷെ അവിടെ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞല്ലോ, അരുണാചൽ പ്രദേശിൽ ഉണ്ടായ ആ സംഭവത്തിൽ ഞാൻ മന്ത്രി പ്രാർത്ഥിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയമുണ്ടായി. ഞാൻ ടെൻഷൻ അടിച്ച് അകത്ത് കയറിയപ്പോൾ എൻ്റെ അകത്ത് കേട്ടൊരു ശബ്ദമുണ്ട്, മകനെ, അവൻ ഈ രാഷ്ട്രത്തിൻ്റെ മന്ത്രിയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ മന്ത്രി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവ് പറയാണ് ദൈവരാജ്യത്തിൻ്റെ മന്ത്രി. അതുപോലെ എൻ്റെ അകത്ത് പറഞ്ഞു, ആ മകൻ ഈ സ്റ്റേറ്റിൽ മൊത്തം അധികാരമുണ്ടെങ്കിൽ നിൻ്റെ അധികാരം ലോകത്തിൽ മുഴുവനാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും ദൈവം അകത്ത് തന്ന അധികാരവും ദൈവകൃപ ഉപയോഗിച്ചാൽ ഒന്നും നിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. കർത്താവ് ആ ഉയർത്തെഴുന്നേറ്റ ദിവസം അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. വിശ്വസിക്കുന്ന മക്കളൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ പൈതലെ, ഒന്നും നിനക്ക് അസാധ്യമാകയില്ല, ഒന്നും നിനക്ക് അസാധ്യമാകയില്ല. കരങ്ങൾ തട്ടി വായി തുറന്ന് നമ്മുടെ കർത്താവിന് സ്തോത്രമർപ്പിക്കാം, സ്തുതിയർപ്പിക്കാം. ദൃശ്യമായ അദൃശ്യമായ എന്ന ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്. റോമർ 1:20. അപ്പോഴത്തേന് കൊലോസ്യർ 1:15 സഹോദരൻ എടുത്തു വെച്ചോണം. കൊലോസ്യർ 1:15, 16 സഹോദരൻ എടുത്തു വെച്ചോണം. 1 തിമോത്തിയോസ് എടുക്കണം. എബ്രായർ 11 എടുക്കണം. റോമർ 1:20 ആമിക്കും. അവൻ്റെ നിത്യശക്തിയും, ഉറക്കെ പറഞ്ഞ് നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ഉറക്കെ പറഞ്ഞ അദൃശ്യ ലക്ഷണം. ദൈവത്തെ കാണാൻ മേല, പക്ഷെ നിങ്ങൾ കണ്ടു, നിങ്ങളിലൂടെ ഇനി അനേകർ കാണും. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. കർത്താവിൻ്റെ ക്രിയേഷനിലേക്ക് നോക്കിയാൽ, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രിയേഷൻ, ഒരു തെങ്ങേൽ നോക്കിയാൽ, ഒരു ഓലയെ നോക്കിയാൽ ദൈവത്തെ കാണാൻ മേല, പക്ഷേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു കരം കാണാല്ലേ? കാണരുതോ? ഇത്ര എങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും? ഇത്ര പ്ലാനിങ്ങിൽ എങ്ങനെ കാര്യം ഉണ്ടാക്കും? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു മനുഷ്യ ശരീരം എങ്ങനെ ഉണ്ടാക്കും? എന്നെ കർത്താവിൽ വഴി നടത്തിയ ഒരു ദൈവദാസൻ പറയുമായിരുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ മതി, എന്ത് അത്ഭുതകരമായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്നെ ഇത്ര അതിശയകരമായി ദൈവം സൃഷ്ടിച്ചല്ലോ, അല്ലേ? സ്തോത്രം. അദ്ദേഹം പറയുമായിരുന്നു, ആ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ കട്ടിയുള്ള അസ്ഥിയാണ്, താഴെ വീണ ഒടിഞ്ഞു പോകും. പക്ഷെ ചെവിയലൊന്ന് പിടിച്ചു നോക്കി, അതിനകത്തുകൊണ്ട് എല്ല്, ആ എല്ല് വളഞ്ഞു തരും. എന്നാന്നറിയോ? അല്ലായിരുന്നെങ്കിൽ ബസ്സേ കയറുമ്പോൾ ആ ഇടിക്കിടയിൽ ഇത് ഒടിഞ്ഞ് കിടക്കും, താഴെ കിടന്നേ. സ്തോത്രം. നിങ്ങളുടെ ആ പുരുകത്തേലൊന്ന് പിടിച്ചു നോക്കി, ഒരല്പം പൊങ്ങിയിരിക്കുന്ന കണ്ടോ? സഹോദരിമാരൊക്കെ നല്ലപോലെ പ്ലക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല, മൊത്തം കളയല്ലേ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു ഉപയോഗമുണ്ട്. അടുത്തിരിക്കുന്നവർ സഹോദരിമാർ തമ്മിൽ പറഞ്ഞ് മൊത്തം കളയല്ലേ എന്ന് പറഞ്ഞാട്ട്. ഇതിനൊരു ഉപയോഗമുണ്ട്. എന്നാന്നറിയാമോ? ഇത് അല്പം വരമ്പ് പോലെ പൊങ്ങിയല്ലേ, ആണ് തൊട്ട് നോക്കിയാണോ? എന്തിനാണെന്നറിയാമോ? നെറ്റിയെന്ന് ചൂട് കൂടുക എന്നാണ് പറയുന്നത്. ഈ മാസം യെല്ലോ അലേർട്ടൊക്കെയാണ്. ഇവിടുന്ന് ഹ്യൂമിഡിറ്റിയും കൂടെയുള്ള നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? നല്ല കണ്ണിൽ ഭയങ്കര ഈ വേർപ്പ് വീണ് കണ്ണ് പൊളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈയുയർത്തി പിടിച്ച് അറിയാമല്ലോ. അപ്പോൾ ഇതുകൂടി ഇല്ലായിരുന്നല്ലോ, ഇത് മൊത്തം കണ്ണിനകത്ത് എന്ന് വീണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന ഈ വാല് വഴി ഒഴുകി സൈഡിൽ കൂടെ പോകുന്ന പോലെ ഇതുണ്ടാക്കിയത് ആരാ? അവനെ ഒന്ന് കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, കരമടിച്ച് കർത്താവിനൊരു നല്ല സ്തുതി പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ആ കാല് ഞാൻ നടക്കുമ്പോൾ ഇടത്തെ കാല് വെക്കും. നിങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ പോകുന്ന ഇടത്തെ കാല് വെക്കടാ, വലത്ത് വെക്കടാ, അങ്ങനെ എന്ന് വീട്ടിൽ ചെല്ലാൻ നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അകത്തിരുന്ന് നിയന്ത്രിക്കുന്ന എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഒരു പാർട്ട് ദൈവം തന്ന, ഇതെല്ലാം അതിശയകരമായി സൃഷ്ടിച്ച ദൈവത്തെ ഒന്ന് കരമടിച്ച് ഒന്ന് കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആ അദൃശ്യ ദൈവത്തെ ലോകത്ത് വെളിപ്പെടുത്തുവാൻ ആ അദൃശ്യ ദൈവം തൻ്റെ വിശ്വാസം നിന്റെ അകത്ത് തന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇനി കൊലോസ്യർ 1:15-16 വായിച്ച്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. പറഞ്ഞ അദൃശ്യനായ ദൈവം. എല്ലാവരും പറഞ്ഞേ, അദൃശ്യനായ ദൈവം. ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന മക്കൾ ദൃശ്യമായതിന്റെ മാത്രം പുറകെ പോകുന്നവരല്ല.
ദൃശ്യമായത് കണ്ട് പേടിക്കുന്നവരല്ല. ആരെങ്കിലും കണ്ണുരുട്ടിയ ഉടനെ പേടിക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്നത്. സകലത്തിന്റെയും അപ്പുറത്ത് അദൃശ്യനായ ദൈവത്തിന്റെ അദൃശ്യ ലോകത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച മക്കള്. കരമൊന്നടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഇന്നത്തെ വചനം ഇതാണ്: ദൃശ്യലോകത്തെ പ്രതിസന്ധികൾ കണ്ട് പേടിക്കരുത്. ദൃശ്യലോകത്ത് നിന്റെ പോക്കറ്റിൽ വന്ന കുറച്ച് നന്മകൾ കണ്ട് അഹങ്കരിക്കുകയും ചെയ്തത്. കയ്യെ പിടിച്ച് പറ, 10 പുത്തനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടൊന്ന് ചിരിക്കണേ എന്ന് പറ. ഇത് രണ്ടുമായി ഇന്നത്തെ ദൂത്. ദൃശ്യമായതിൽ അഹങ്കരിക്കരുത്, ദൃശ്യമായത് കണ്ട് പേടിക്കരുത്. അദൃശ്യ ലോകത്ത് നിന്ന് ഒരു മീനിന്റെ വായിൽ എപ്പോൾ വേണമെങ്കിലും നിന്റെ കയ്യിൽ തരാൻ ഐ ബിലീവ് മിറക്കിൾ മണി. ഇവിടെ റോണക്ക് വിളിച്ചു പറഞ്ഞു ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് സാമ്പത്തികത്തിൽ, അല്ലേ? ചില നാളുകൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ റോണക്ക് വിളിച്ചു പറഞ്ഞതിനെ പലരും വിമർശിച്ചു. പക്ഷെ ഒരു പാസ്റ്ററിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ, മറ്റൊരു സഭയിലെ പാസ്റ്റർ തോമസ് ഊട്ടി ബ്രദറെ, പലരും റോണക്ക് പറഞ്ഞപ്പോൾ, മിറക്കിൾ മണി കൊടുത്ത കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ചു. എനിക്ക് ഹെവൻലി ഫീസ്റ്റിൽ നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഗൾഫിലുള്ള ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചെറുക്കൻ പറഞ്ഞു കണ്ടില്ലേ, ചെറുപ്പക്കാരൻ പറഞ്ഞു കണ്ടില്ലേ, അത് കിട്ടും. ഉടനെ അമേരിക്കയിലുള്ള തോമസ് പാസ്റ്റർ ഗൾഫിലെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർക്ക് വല്ലതും കിട്ടാനുണ്ടെന്ന് ചോദിച്ചു. അതങ്ങ് കിട്ടാനൊക്കെ കിടപ്പുണ്ട്. എൻ്റെ ഒരു 12 ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അതിനും കിട്ടാക്കുറ്റിയായിട്ട് കിടക്കുക, അതങ്ങ് കിട്ടുകയാണ്, വല്ല കുഴപ്പമുണ്ടെന്ന്. അടുത്ത ദിവസം ഗൾഫിലെ പാസ്റ്റർ ഞങ്ങളുടെ തോമസ് പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറയുക, ഞാൻ മാനസാന്തരപ്പെടുന്നു. ഞാൻ എഴുതി തള്ളിയ പണം ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കയറി. ഞാനിനി ഒരു ദൈവദാസനെയും കുറ്റം പറയത്തില്ല. റബല, എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് നിനക്ക് വേണ്ടി സ്വത്രം. അതുകൊണ്ട് കയ്യിലുള്ളത് കണ്ട് അഹങ്കരിക്കരുത്, പ്രശ്നങ്ങൾ കണ്ട് പേടിക്കരുത്. പറഞ്ഞാട്ടെ കാണുന്ന ഒന്നും കണ്ട് പേടിക്കരുത്. പറഞ്ഞാട്ടെ സ്വത്രം. റാന്നിയിലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് കുറേ വസ്തുക്കളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന വസ്തുക്കൾ. പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, കാണുന്നതിലൊന്നും അഹങ്കരിക്കേണ്ടെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വസ്തു ആർക്കും വേണ്ട. ഇനി അടുത്തൊരു വെള്ളപ്പൊക്കത്തിനൂടെ വെള്ളം മുങ്ങിയാലോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഒന്നും കാണുന്നത് കണ്ട് ഉയരരുത്, കാണുന്ന പ്രശ്നം കണ്ട് പേടിക്കരുത്. സ്തോത്രം. കാണാത്തൊരുവനെ നീ കാണുന്നുണ്ടോ? അവൻ നിന്നെ അത്ഭുതകരമായി നടത്തും. അവൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ കാണുന്ന ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും കാണാത്തിടത്ത് നിന്ന് അവൻ കാഹളനാദത്തോടെ വന്ന് തൻ്റെ കൂടെ കൂട്ടി തൻ്റെ മടിയിലിരുത്തുന്ന ഒരു നല്ല നാഥൻ വരുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആ കാണാത്ത ലോകത്ത് നിറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവരെയും ജീവനോടെ ശേഷിക്കുന്ന നിന്നെയും തൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ദിവസം ഓർത്തുകൊണ്ട് കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ ഇനി പെട്ടെന്ന് വാക്കുകൾ ഞാൻ കുറിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വായിക്കാം. 1 തിമോത്തി 1:17 നിത്യരാജാവായ അക്ഷയനും അദൃശ്യമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനം. എബ്രായർ 11:27 വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഉറക്കെ പറ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. അപ്പോസ്തലപ്രവൃത്തി 7:56 ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഉറക്കെ പറ. സ്തെഫാനോസ് തൻ്റെ മേലെ വരുന്ന കാണാവുന്ന കല്ല് കാണുന്നില്ല. തൻ്റെ മേൽ കല്ല് വന്ന് പതിക്കുമ്പോൾ പറയാ, ഞാൻ കാണുന്നു. ഞാൻ പ്രശ്നങ്ങളല്ല കാണുന്നത്, എൻ്റെ നേരെ മനുഷ്യനെറിയുന്ന കല്ലല്ല കാണുന്നത്. നിന്റെ നേരെ കല്ലുകൾ വരുമ്പോൾ സ്തെഫാനോസേ, നീ തല ഉയർത്തി നാട്ടുകാർക്ക് കാണാൻ മേലാത്ത അദൃശ്യ ലോകം കാണുന്ന മകനാക്കി മകളാക്കി നിന്നെ കർത്താവ് മാറ്റുന്നെങ്കിൽ കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഒന്നും നിന്നെ തൊടത്തില്ല.
നമുക്കൊരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. 1 തിമോഥെയോസ് 6:15 മുതൽ 19 വരെ. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും, എല്ലാവരും എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യനാരും കാണാത്തവനും, ഉറക്കപ്പറ, മനുഷ്യനാരും കാണാൻ കഴിയാത്തവനുമായവൻ, പറഞ്ഞോട്ടെ, തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കാണാത്ത ലോകമാണ് എൻ്റെ ശക്തി. ഉറക്കെ പറഞ്ഞോട്ടെ. ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ കരുവരുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. കാണാത്ത ലോകമാണ് ശക്തി എന്ന് പറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കാണാത്ത ലോകത്തുനിന്ന് കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങൾ പ്രാപിച്ചുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കാണാത്ത ലോകത്തുനിന്ന് കുഞ്ഞുങ്ങളെ ലഭിച്ചവർ, കുഞ്ഞുങ്ങളുടെ നന്മ ലഭിച്ചവർ, ഭൗതിക നന്മ ലഭിച്ചവർ, സൗഖ്യം ലഭിച്ചവർ, വിടുതലുകൾ ലഭിച്ചവർ, മീനിൻ്റെ വായിൽ പണം കൊണ്ടുവന്നുള്ള അത്ഭുതങ്ങൾ ലഭിച്ചവർ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന മക്കൾ, ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന മക്കൾ ചില മിറക്കിൾസ് കാണും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന മക്കൾ ചില ദർശനങ്ങൾ കാണുമെന്ന്. വിശ്വസിക്കുന്ന മക്കൾക്ക് ഈ ആഴ്ചയിൽ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടായിരുന്നു. എത്ര പേര് ഏറ്റെടുത്തെന്ന് എനിക്കറിയില്ല. സ്വത്രം ഏറ്റെടുത്ത എനിക്ക് വന്ന് റോയ് ബ്രദറാന്ന് തോന്നുന്നല്ലേ ദർശനം കണ്ടെടുക്ക വന്ന് പറഞ്ഞു. റോയ് ബ്രദർ ആ വചനം കേട്ടപ്പോൾ ഏറ്റെടുത്തു. കർത്താവെ, ദർശനങ്ങൾ കാണുമെങ്കിൽ എനിക്ക് ഈ ആഴ്ച വേണം. പ്രൈസ്. രണ്ടാമത്തെ ഇപ്പം കേട്ടു, റോയ് ബ്രദറിന് ആ അടുത്ത ദിവസം തന്നെ ഒരു വലിയ ദൈവിക ദർശനം ഉണ്ടായി. ഞാൻ മുമ്പ് ഇവിടെ ഇരിക്കുമ്പോൾ റോണക്കൻ്റെ കയ്യെ തൊട്ടിട്ട് പറയാം, അങ്കളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ദർശനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കാണാത്ത ലോകത്തെ കാര്യങ്ങൾ കാണുന്ന ദർശനത്തിന് വേണ്ടി. അങ്കളെ, ഞാനൊരു വലിയ ദർശനം കണ്ടു. ഒരു വലിയ ചേംബറിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ, അതിൻ്റെ കൂടെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഈ ജനത്തോട് സുവിശേഷം അറിയിക്കുക. ഞാൻ റോണക്കിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കാണാത്ത ലോകം ഇവിടെ വെച്ച് കാണാം? പത്രോസിനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ, ദൂതൻ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുന്നു എന്ന് വിചാരിച്ചു. ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ റിയലായി നിനക്ക് വരുമ്പോൾ, സ്വപ്നം പോലെ തോന്നുന്ന പോലെ ദൂതൻ നിന്റെ വീട്ടിൽ വരും. ദൈവദൂതനെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന, നിന്റെ വണ്ടി ഓടിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന, നിന്റെ കാര്യങ്ങൾക്ക് മുമ്പേ പോകുന്ന ദൈവദൂതന്മാരെ കാണുന്ന അനുഭവങ്ങൾ സഭയ്ക്കുണ്ടാകാൻ പോകുക. അത് ആഗ്രഹിക്കുന്ന മക്കൾ, വിശ്വസിക്കുന്ന മക്കൾ, ദർശനം ആഗ്രഹിക്കുന്ന മക്കൾ, അദൃശ്യ ദൈവത്തെ കണ്ട പോലെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ കരമടിച്ചാർപ്പോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അദൃശ്യ ലോകമായ എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് അതിന്റെ 17, 18, 19 ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഈ ലോകപ്രകാരമുള്ള പൈസ, ആ ദൈവദാസൻ പറഞ്ഞ റാന്നിയിലെ എൻ്റെ വസ്തു, നമുക്കുമൊക്കെ എനിക്കിപ്പോൾ കുറച്ച് വസ്തുക്കളുണ്ട്, എന്തായാലും എൻ്റെ അകത്ത് അതിനൊരു സമാധാനമുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പറയും, അതൊന്നും ആയിരിക്കരുത് എൻ്റെ സമാധാനം. ഈ ലോകപ്രകാരം ധനമുള്ളവർ ഉന്നത ഭാവം കൂടാതെ അത് വേണ്ട ഞെളിയരുത്. പറഞ്ഞാട്ടെ ഒന്നുകൂടെ മുഖത്ത് നോക്കിയാൽ, കാണുന്ന പ്രശ്നം കണ്ട് പതറുകയും അരുത്. പറഞ്ഞാട്ടെ. അതാണ് ഇന്നത്തെ ടൈറ്റിൽ. കാണുന്ന നന്മകളിൽ പുകഴുകയും അരുത്. ഉറക്കെ പറഞ്ഞാട്ടെ. കാണുന്ന നന്മകളിൽ പുകഴരുത്, പിന്നെ കാണുന്ന പ്രശ്നങ്ങൾ ഭയപ്പെടരുത്. ഒന്നും ശാശ്വതമല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത് ഉപയോഗിക്കാൻ കർത്താവ് തന്നിരിക്കുകയാണ്. ഒന്ന് കയ്യെപ്പിടിച്ച് പറഞ്ഞ വെല്ലമൊക്കെ മേടിച്ച് കഴിച്ചോണേ, കണ്ടമാനം പിശുക്കല്ലേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എന്നും കൊണ്ട് ദൈവമക്കൾ ഇതെല്ലാം പോക്കാന്നും കൊണ്ട് നീ പോകത്തില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ താൽക്കാലികമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നെ ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുന്ന ഒന്നുമല്ല. ഉറക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ. ഉറക്കെ പറയാം, എന്നെ ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത് കാണാത്തൊരു ലോകമാണ്. സ്തോത്രം. അടുത്തിരിക്കുന്നവഞ്ഞ് 10 പുത്തൻ കിട്ടിയാലും എന്നെ കാണുമ്പോൾ ചിരിക്കണേ. പറഞ്ഞാട്ടെ. നേരത്തെ നല്ല സ്തോത്രമൊക്കെ ആയിരുന്നു. ഇപ്പം നേരത്തെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല. ചോദിച്ചപ്പോൾ പോക്കറ്റിൽ 5-6 രൂപ വന്നിട്ടുണ്ട്. അതാ. അപ്പം ആളെ ഡയറക്റ്റ് ചെയ്യുന്ന ഏതാ? അതാണ്. കാണുന്ന ലോകം നിന്നെ ഡയറക്റ്റ് ചെയ്യരുത്. കൈ ഓടിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉടനെ അതിനെ കളിയാക്കാതെ നീ പിടിച്ചെടുത്താൽ ഈ ആഴ്ച എൻ്റെ അകത്ത്. പിന്നെ കഴിഞ്ഞ ആഴ്ച റോണക്കിന് ദർശനം കിട്ടിയില്ലേ? ദർശനം കിട്ടേണ്ടവർ പ്രാർത്ഥിച്ചോളം പറഞ്ഞു. റോണക്ക് പ്രാർത്ഥിച്ചു, ദർശനം കിട്ടിയ കാര്യം പറഞ്ഞു. റോയ് ബ്രദർ, ഞാൻ പറഞ്ഞില്ലേ വേറൊരാൾ കൂടെ കിട്ടിയത്. റോയ് ബ്രദറിൻ്റെ അടുത്ത് വന്നപ്പോൾ വേണ്ടിവരൊക്കെ കരവുയർത്തി പ്രാർത്ഥിച്ചു.
കയ്യപ്പിടി ഏതായാലും ഈ പരിപാടിക്ക് ഇറങ്ങി കയ്യപ്പിടിച്ച് പറ. കുറച്ച് അന്യഭാഷയും പറഞ്ഞ് സ്വപ്നവും ഒന്ന് പറഞ്ഞ് ദൂതനും ആ ഒരു ലൈനിൽ പോകാൻ പറ. കയ്യപ്പിടിച്ച് പറ. ഏതായാലും ഈ പരിപാടിക്ക് ഇറങ്ങിയില്ലേ പറഞ്ഞ്. റോണൊക്കെ ഇപ്പം ഞാൻ പണ്ട് എനിക്ക് ചീട്ടുകളി അറിയാൻ മേലായിരുന്നു. അന്ന് ഈ ചീട്ട് കളിക്കുന്ന കൂട്ടുകാരുടെ കൂടെ എനിക്കിതുപോലെ ബോറടിയിൽ ഉമ്മാർ രാവിലെ മുതൽ വൈകിട്ട് വരും. എന്നെ പിറ്റേന്ന് രാവിലെ വരും. മണിക്കൂറോളം കളിച്ചോളുക. ഞാൻ ഇവിടെ നിർത്തണോ പോയി ഇതെന്താണ് ഇത്? പിന്നെ ഒരു തവണ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഇടും, പിന്നെ എടുത്ത് വെച്ച് പിന്നെ ഇങ്ങനെ ഇടും. എടാ ഒരു തവണ ചെയ്താൽ പോരെ, അല്ലെ 5 തവണ ഉമ്മാരങ്ങ് ഇരുന്നോളുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് പഠിച്ചു. പിന്നെ ഞാനതിൻ്റെ ആശാനായി. ഞാൻ പിറ്റേന്ന് രാവിലെ വരെ അങ്ങ് ഇരുന്നേക്ക്. അതിനൊരു രസമുണ്ട്. അതുപോലെ ഈ ആത്മീയത്തിനൊരു രസമുണ്ട്. കയ്യെപ്പിടിച്ച് പറ. അല്ലെ ഇത് മഹാബോറാന്ന് പറഞ്ഞാട്ടെ. ഈ ശരിയാണോ അല്ലയോ? ഇതിൻ്റെ ആ ഇത് പറ. ഇതിനൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. കയ്യെപ്പിടിച്ച് പറ. ഇതിനൊരു ഏത് ഒരു ഇതുണ്ടെന്ന് പറ. ഇതിനകത്തെ ആ ഇതുണ്ടല്ലോ, ആ ഇത് കിട്ടിയില്ല വെറുതെ ഇവിടെ ഇരുന്ന് ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തൊരു ഐറ്റമുണ്ട്. ഐറ്റം കിട്ടിയാൽ പിന്നെ നീ പോകത്തില്ല. ഒന്ന് കരമൊന്നടിച്ച് വായി തുറന്നൊന്ന് കർത്താവിനെ സ്തുതിച്ച്, കരമൊന്നടിച്ച് കർത്താവിനെ സ്തുതിച്ച്. പണ്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ സായിപ്പിന് ചക്കപ്പഴവും ഞാലിപ്പൂവും പഴവും കൂടെ കൊടുത്തു. എല്ലാവരും ഇവിടെ ഇരുന്ന് ഞാലിപ്പൂവും പഴം തിന്നുന്ന കണ്ടുകൊണ്ട് സായിപ്പ് എന്ത് ചെയ്തു? ചക്കച്ചുളത്തിൻ്റെ ആ പുറത്തെ ഭാഗം പൊളിച്ചു കളഞ്ഞിട്ട് കുരു വായിലിട്ടു. ഇവർ പറഞ്ഞ അടിപൊളിയായിരിക്കും. സായിപ്പും പറഞ്ഞ അടിച്ചു ഭയങ്കര കയ്പാണെങ്കിലും അടിപൊളിയായിരിക്കുന്നത്. പറഞ്ഞ് ഇതിനകത്ത് എടുക്കേണ്ട ചില ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു സുഖമില്ല. പറഞ്ഞാട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു സുഖവും ഇല്ല. ഇതിനകത്തെ ഐറ്റം നീ അടിച്ചാൽ ഇവിടുന്ന് പോകത്തില്ല. ഇതിനകത്തെ ഐറ്റം നിനക്ക് കിട്ടിയാൽ നീ ഇവിടുന്ന് പോകത്തില്ല. ഇതിൻ്റെ സുഖം നിനക്ക് കിട്ടിയാൽ അതിനേക്കാൾ സുഖമുള്ള ഒന്നും. വചനം കേൾക്കുന്ന സുഖമാണോ അല്ലയോ? ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അന്യഭാഷയിൽ ആരാധിക്കുന്ന സുഖമാണോ? എന്നാൽ ഈ സഭയ്ക്ക് കർത്താവ് അതിൻ്റെ മടങ്ങുകൾ ഇനി നൽകാൻ പോകും. ആരാധിച്ചോളൂ. റാക്തുര വൈഡര റാക്തുലെ വൈഡ പ്രബാല ഹത്തുര. അതാണ് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും വിഷയമല്ലാത്ത ധനത്തിലല്ല. അതാണ് അൺസർട്ടൺ റിച്ചസ്. ഇന്ന് വരാം, വില കൂടാം, കുറയാം, നഷ്ടപ്പെടാം. അല്ലേ? നമ്മുടെ എനിക്ക് അടക്കം അറിയാവുന്ന ചില ബാങ്കിൽ നിക്ഷേപിച്ച ബാങ്ക് ഇപ്പം ഇല്ല. വലിയ അത്രയല്ല ഉള്ളോ എന്നും കൊണ്ട് നമ്മുടെ പോകുമെന്നാണ് അതിനർത്ഥം. ഇനിയൊരു പ്രതിസന്ധി വന്നാലും ദൈവമക്കൾ പേടിക്കത്തില്ല. അവർക്കറിയാം ഞാൻ വേറെ ലോകത്തിൽ നിന്നാണ് ഇവിടെ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, എന്നെ നിങ്ങൾ കാണുന്നെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ, എൻ്റെ ചരട് വേറെ ലോകത്താന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ പട്ടം പറപ്പിക്കുമ്പോൾ മുകളിൽ പട്ടങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞാട്ടെ, ചരട് വേറൊരാളുടെ കയ്യിലാണ്. ഞാനിവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നെന്നുള്ളൂ. പറഞ്ഞാട്ടെ, ഞാനിവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നെന്നുള്ളൂ. എൻ്റെ യേശു കർത്താവിൻ്റെ കയ്യിലാണ്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ ദൈവമക്കളെ നന്ദിയോടെ. അതാണ് ഈ ലോകത്തിലെ ധനവാന്മാരോട് പറയണം, ഉന്നത ഭാവം കൂടാതെ. അത് നിമിത്തം പണം വന്നുകൊണ്ട് വലിയ ഭാവം ഒന്നും കാണിക്കരുത്. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ. എന്തിനായി പൈസ തന്നിരിക്കുന്ന? അനുഭവിക്കണം. ഉറക്കെ പറഞ്ഞേ. പിന്നെ ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും ഇത് തന്ന ദൈവത്തെ സ്തുതിക്കണം. പിന്നെന്ത് ചെയ്യണം? ഈ ഭൗതിക നന്മ കൊണ്ട് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. സൽപ്രവർത്തികൾ സമ്പന്നരായി ദാനശീലരും. പൈസയിലല്ല സമ്പന്നരാകേണ്ടത്. പിന്നെ ഏതിലാ? ആ പൈസ കൊടുക്കുന്ന വ്യക്തിയാ സമ്പന്നൻ. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുന്നവനാ സമ്പന്നൻ. ഉറക്കപ്പറ. കയ്യിലുണ്ട്, കടക്കാൻ മനസ്സുമുണ്ട്. നിന്റെ കയ്യിലുള്ളത് അനേകർക്ക് അനുഗ്രഹമാക്കാൻ പോവാ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം നിന്റെ പടകിൽ നിന്ന് ഇടുന്തോറും നിന്റെ പടക് വർദ്ധിച്ചു വരും. ഒന്ന് കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. സൽപ്രവർത്തികളെ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അപ്പം വരും കാലത്തേക്ക് കാണാവുന്ന ഒരു അടിസ്ഥാനം നമ്മൾ കൊടുക്കുമ്പോൾ ഈ ലോകത്തിൽ നന്മയാണ്, വരാനുള്ള ലോകത്തിൽ. അടുത്തിരിക്കുന്ന സ്വർഗത്തിലെ നിങ്ങളുടെ വീടിന് തറ കെട്ടാനുള്ളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടേക്കണമെന്ന് പറഞ്ഞാണ്. നന്മ പ്രവർത്തിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് നന്മകൾ, ഈ ലോകത്തിലെ ഭാവിയും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.